എല്ലാവർക്കും നമസ്കാരം. അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ബാക്കി നിൽക്കുന്ന ചേട്ടന്മാരെ ഇങ്ങോട്ട് നോക്കി. നമ്മളിതാ സ്കിറ്റ് തുടങ്ങാൻ പോവാണ്. പണ്ട് മാണിക്യനും കാർത്തുമ്പിയും ശ്രീഹള്ളിയിലെ തേന്മാവിൻ കൊമ്പത്തിൽ ജീവിച്ചതുപോലെ പണ്ട് ഞങ്ങൾ കര കാണാ കടൽ മേലെ ഗഫൂർ ഖാന്റെ ഉരുവിൽ ദുബായ് കടപ്പുറത്ത് പോയതുപോലെ മാടമ്പള്ളിയിലെ വിജനമായ വഴിയിൽ വരുവാനുള്ള ആരെയോ കാത്ത് നാഗവല്ലി ഇരുന്നതുപോലെ എന്നു വേണ്ട, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ ആവാഹിച്ച് ഞങ്ങൾ വരികയാണ്. ഞങ്ങളത് വെച്ച ദാസനും വിജയനും. Looking.comൽ ജോലി കിട്ടിയിട്ട് നെതർലാൻഡ്സിലേക്ക് വരുന്ന ദാസനും വിജയനും നിങ്ങൾക്കായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ട്യൂലിപ്പിൻ തുമ്പത്ത്. മക്കോട് നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. ഏത് ടൈപ്പ് വീട് വേണം ചോദിക്കും. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരാ, പിന്നെ അതിഥികളൊക്കെ വന്നായിരിക്കാൻ നല്ലൊരു ഹോള്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറി ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേര് വേണം. ഇപ്പൊ എല്ലാ സൗകര്യമുള്ള ഒരു വീട് വേണം അർത്ഥം. അതെ, നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള വീട് വേണമെങ്കിലേ മാസം ഒരു 2000 യൂറോ വാടകയാവും. 2000 യൂറോ? അതെ. അത്രയും വാടക. പിന്നെ എത്ര കൊടുക്കാം? 1500. ഇനി താഴെ 1000. കുറച്ചുകൂടെ താഴെ 500. അല്ല, കുറച്ചുകൂടെ താഴെ. ഇനി എവിടം വരെ താഴണം പറ. ഒരു 150 വരെ. 150. 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്. 150 രൂപ സ്കിറ്റിന്റെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാരസെറ്റമോൾ. പാരസെറ്റമോൾ വേദന വന്നാലും ഹാർട്ട് അറ്റാക്ക് വന്നാലും എല്ലാത്തിനും ഒരു പാരസെറ്റമോൾ. വേറെ ഒരു മരുന്നും വേണ്ട. പാരസെറ്റമോൾ. മാക്കെല്ലാർ കുറെ മസിൽ പിടിച്ചെങ്കിലും അവസാനം ഞങ്ങൾക്കും ഒരു കൊച്ചു വീട് കിട്ടി. വലിയ സൗകര്യമൊന്നുമില്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ സെറ്റിലായി. പിന്നെ വീടിനടുത്ത് ഒരു മലയാളി കുടുംബമുണ്ട്. അവിടെ ശോഭ എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ട്. നമ്മുടെ വിജയൻ ശോഭയെ ട്യൂൺ ചെയ്യാൻ നടക്കുവാണ്.
വിജയന്റെയും ശോഭയുടെയും കഥ ഞാൻ പിന്നെ പറയാം. തൽക്കാലം ഞങ്ങളുടെ കഥ പറയട്ടെ. കാറ് വാങ്ങണം എന്ന ആഗ്രഹം മനസ്സിൽ മൂടി വെച്ച് ഞങ്ങൾ തൽക്കാലം ഒരു സൈക്കിള് വാങ്ങി. അതിലാണ് ഓഫീസിൽ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നപ്പോ ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാർത്തുമ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പി. നിന്റെ പേര് പോലും എനിക്കറിയില്ല. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? അമ്മാവാ മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടിയത് ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിയത്? അമ്മാവൻ കാശ് വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയത് പിന്നെ ഇയാളാണ്. ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിയത് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴും അമ്മാവൻ കാശ് വാങ്ങിയതല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിയതല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണ്? ആരാണെന്ന് എനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കും. താൻ ആരാണ്? എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്കും. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്ന്. എനിക്ക് ബെന്ന് വിജയൻ. ഞാൻ വിജയൻ. കൊള്ളാലോ. ഹു ഗാത്ത് ഗത്ത്. ഹൗ ആർ യു? ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത്ത് തൊടരുത് കൊരങ്ങൻ. എന്തോന്നേ ഇത്? ഇതിന് വട്ടുണ്ടോ? പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. സ്കിറ്റിന്റെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാരസെറ്റമോൾ. പാരസെറ്റമോൾ, പാരസെറ്റമോൾ. വേദന വന്നാലും ഹാർട്ട് അറ്റാക്ക് വന്നാലും എല്ലാത്തിനും ഒരു പാരസെറ്റമോൾ. വേറെ ഒരു മരുന്നും വേണ്ട. പാരസെറ്റമോൾ, പാരസെറ്റമോൾ. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. അതൊന്നും വേണ്ട, പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നീക്ക് അത് ഹെസൽ. അമ്മച്ചി, എനിക്കൊരു ഹെസലക്. ആ സ്ത്രീയെ കിടക്കാൻ താൻ അവമാനിച്ചില്ലേ? ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്ന അവര് പറയുന്നത്. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. തടി ചീത്തയാണെങ്കിൽ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞു. കൈ രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ തൊഴും. ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. ലേലു അല്ലൂന്ന് പറഞ്ഞാ മതി. എന്താ? ലേലു അല്ലൂന്ന്. ശോഭേ, ശോഭേ. ശോഭേ, കുടിക്കാൻ വല്ലതും വേണോ? നീങ്ങുവാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്?
പിന്നെ കഴിയാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. എന്ത് തമാശ? തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഒരു പ്ലേറ്റ് പോരട്ടെ. ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. മനോഹരമായ അല്ലേ? എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അവിഴമല്ലിപ്പൂത്തുലഞ്ഞ പ്രണയമല്ലി പുഞ്ചിരിച്ച പൂക്കളും പുഴകളും ഭൂമി സുന്ദരം. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമ പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. നീ ആട്ടുമ്പോലിട്ട ചെല്ലാനാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. സ്കിറ്റിന്റെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാരസെറ്റമോൾ. 10 മിനിറ്റിന്റെ സ്കിറ്റിന് എന്തിനാടാ 15 മിനിറ്റിന്റെ പരസ്യം? സ്കിറ്റ് കണ്ടിന്യൂ ചെയ്യടാ. എടാ വിജയ, ഒന്നും ശരിയാകുന്നില്ലല്ലോടാ. നാട്ടിൽ നിൽക്കാൻ ഒരു വഴിയില്ലാത്തോണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ആ പെണ്ണിന്റെ ഹെസലകം തപ്പിപ്പോയി ഡച്ചുകാരുടെ ഇടി കൊണ്ട് കുമ്പും മാറി. ആ ശോഭയാണെങ്കിൽ നിന്നെ തേച്ചെന്ന് പറഞ്ഞാൽ പോരാ, അടപടലം തേച്ചു. നമുക്ക് ഈ നാടൊന്നും ശരിയാവില്ലടാ. ഇവിടെ ചുമ്മാ ചോറുമില്ല, കറിയില്ല, ബ്രെഡും ചീസും തിന്ന് വയറൊക്കെ നാശമായി. നമുക്ക് തിരിച്ചു പോകണം. ഉള്ള സൗകര്യത്തിൽ നമുക്ക് ജീവിക്കാൻ നാട് തന്നെയാണുള്ളത്. നീ ബാഗെല്ലാം പാക്ക് ചെയ്യും. മടുത്തു ജീവിതം. നമുക്ക് പോകാം. നിങ്ങൾ എന്തിനാ തിരിച്ചു പോകുന്നത്? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങളെല്ലാരും നാടിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് എല്ലാം ഇട്ടെറിഞ്ഞ് തിരിച്ചു പോകുക പറഞ്ഞ ഞങ്ങൾക്കും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ തിരിച്ചു പോകാൻ എയർപോർട്ട് വരെ പോയ കഥകളുമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ ഹിൽവസത്തിലേക്ക്. നമ്മുടെ ജനിച്ച നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ഈ മറുനാട്ടിൽ വന്ന് താമസിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് ഇവിടുത്തെ ബന്ധങ്ങളാണ് ഏറ്റവും വലുത്. ഈ ബന്ധങ്ങളാണ് നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഹിൽവസത്തിലേക്ക് വാ. നിങ്ങൾക്ക് അവിടെ ഒരു കുറവും വരില്ല. ഹിൽവർസത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? അവിടെ 2ാം ലോക മഹായുദ്ധകാലം മുതൽ താമസിക്കുന്ന ചെണ്ടവിദ്വാൻ മുരളിച്ചേട്ടനും ഫാമിലിയും ഉണ്ട്. അടുത്തുള്ള മറ്റൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നതെങ്കിലും എപ്പോഴും ഹിൽവർസത്തിൽ തന്നെ കറങ്ങി നടക്കുന്ന അമിത്തും റിന്നുവുമുണ്ട്. UK-യില് നല്ല ജീവിതം കളഞ്ഞിട്ട് ഇവിടുത്തെ ബ്രെഡും ചീസും തിന്നാനായി വന്ന ജയും ഫാമിലിയും ഉണ്ട്. രാവിലെ ബ്ലാരിക്കത്തിൽ പെഡൽ കളിച്ച് ക്ഷീണം മാറ്റാൻ ഉച്ചയ്ക്ക് ആംസ്റ്റർഡാമിൽ പോയി പെഡൽ കളിച്ചിട്ട് പിന്നെ അതിന്റെ ക്ഷീണം മാറ്റാൻ പിന്നെയും പെഡൽ കളിക്കുന്ന നിഷ് ബ്രോയും നിതിൻ ബ്രോയും മിക്കയും അൽക്കവും പിന്നെ ചാമ്പ്യൻ ഹുസൈൻ ഒക്കെയുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത കാർട്ടൂൺസ് വരയ്ക്കുന്ന നമ്മുടെ സ്വന്തം ഷാജിച്ചേട്ടനുണ്ട്. എവിടെ സ്റ്റേജ് കണ്ടാലും അവിടെ എല്ലാം കയറി ഡാൻസ് കളിക്കുന്ന ദീപ്തിയും സിജോയും ഉണ്ട്. വേറെ ജില്ലയിലാണ് ബേസെങ്കിലും
അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഓണം കൂടാൻ വന്ന ജോർജ് അച്ഛനും നിവിൻ അച്ഛനും ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കൂടാല്ലേ? ഇത്രയും നല്ല മലയാളീസും ഹിൽവേഴ്സും ഒക്കെ ഉള്ളപ്പോ ഞങ്ങൾ ഇനി പോകുന്നില്ല. അപ്പോ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഈ മാർക്കറ്റിലും ട്രെയിൻ സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പതിയെ സൈക്കിളൊക്കെ ചവിട്ടി നിങ്ങളുടെ കൂടെ ഞങ്ങളും ഈ ടൂലിപ്പുകളുടെ തുമ്പത്ത്